ചെന്നൈയിലുള്ള ഒരു അപ്പാർട്ട്മെന്റ്. ആ അപ്പാർട്ട്മെന്റിന്റെ പല ബിൽഡിങ്ങിലും ഇപ്പോൾ ആള് താമസമില്ല. ഒരു ബിൽഡിങ്ങിൽ മാത്രമാണ് ആള് താമസമുള്ളത്. എല്ലാവരെയും ഒഴിപ്പിക്കുന്നതിന് കാരണം ബിൽഡിംഗ് റിനോവേറ്റ് ചെയ്യുവാനായി പോവുകയാണ്. അതിനു പിന്നിലും മറ്റൊരു കാരണമുണ്ട്. എന്തെന്നാൽ ആ ഒരു അപ്പാർട്ട്മെന്റിൽ അമാനുഷിക ശക്തിയുടെ സാന്നിധ്യമുണ്ട്. പലരും അത് മനസ്സിലാക്കി പലരും ഈ ഒരു കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് കൊണ്ടാണ് റിനോവേറ്റ് ചെയ്യുവാനായും പോകുന്നത്. ആൾ താമസമുള്ള ബിൽഡിങ്ങിലേക്ക് പുതുതായി ആര് താമസിക്കുവാനായി എത്തിയാലും മാനേജർ പറയുന്നത് ഫോർത്ത് ഫ്ലോറിലേക്ക് ആരും പോകരുതെന്ന്. ഫോർത്ത് ഫ്ലോറിന് ഒരു പ്രശ്നമുണ്ട്. അവിടെയാണ് അമാനുഷിക ശക്തിയുടെ സാന്നിധ്യം കൂടുതലായിട്ടും എല്ലാവരും കണ്ട് മനസ്സിലാക്കിയത്. എന്നാൽ അതേ ഫോർത്ത് ഫ്ലോറിൽ തന്നെ താമസിക്കുവാൻ വേണ്ടിയിട്ട് കഥാനായകൻ എത്തുകയാണ്. അതിന് പിന്നിൽ വലിയൊരു കാരണവുമുണ്ട്. ഫോർത്ത് ഫ്ലോറിൽ തന്നെ താമസിക്കണമെന്ന് നായകൻ വാശി പിടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ആ ഒരു ഫോർത്ത് ഫ്ലോറിലെ പ്രശ്നം എന്താണ്? ആ ഒരു അപ്പാർട്ട്മെന്റിലെ അമാനുഷിക ശക്തികളുടെ സാന്നിധ്യത്തിന് പിന്നിൽ എന്തായിരിക്കും കാരണമെന്നും അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം ഫോർത്ത് ഫ്ലോർ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ ചെന്നൈയിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് കാണിക്കുന്നത്. അവിടെ ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്. പക്ഷേ ഒരു ബിൽഡിങ്ങിൽ മാത്രമാണ് ആള് താമസമുള്ളതും. ബാക്കിയുള്ള ബിൽഡിങ്ങിലുള്ളവരെ എല്ലാവരെയും ഒഴിപ്പിച്ചിരിക്കുക. കാരണം ആ ഒരു അപ്പാർട്ട്മെന്റ് മുഴുവനായിട്ടും റിനോവേറ്റ് ചെയ്യുവാനായും പോവുകയാണ്. അതിന് കാരണം എന്തെന്നാൽ ആ ഒരു അപ്പാർട്ട്മെന്റിൽ എന്തോ അമാനുഷിക ശക്തിയുടെ സാന്നിധ്യമുണ്ടെന്നൊക്കെ ആളുകൾ പറയുകയുണ്ടായി. ഒരുപാട് പേർ കാണുകയും ചെയ്തു. അതുകൊണ്ടാണ് റിനോവേറ്റ് ചെയ്യുവാനായും തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുവാനായിട്ട് കുറച്ച് യൂട്യൂബേഴ്സ് എത്തുകയാണ്. അവിടെ അമാനുഷിക ശക്തികളുടെ സാന്നിധ്യമുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അതിനെ ഒരു കണ്ടന്റ് ആക്കുവാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബേഴ്സ് എത്തിയിരിക്കുന്നത്. ദിവസം 2000 രൂപ വാടകയ്ക്കാണ് അവർ എത്തിയിരിക്കുന്നത്. പ്രത്യേകം മാനേജർ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന സമയത്ത് ഫോർത്ത് ഫ്ലോറിലേക്ക് മാത്രം പോകരുതെന്ന്. നമ്മൾ ഈ മണിച്ചിത്രത്താഴ് സിനിമയിലൊക്കെ പറയില്ലേ, തെക്കിനിയിലേക്ക് ആരും പോകാൻ പാടില്ല എന്ന്. അതുപോലെ തന്നെ ദുരൂഹത നിറഞ്ഞതുപോലെയാണ് ഫോർത്ത് ഫ്ലോറിനെ കുറിച്ച് പറയുന്നതും. അങ്ങനെ യൂട്യൂബേഴ്സ് ഇതെല്ലാം സമ്മതിച്ചുകൊണ്ടാണ് അവർ താമസിക്കുവാനായും ആരംഭിച്ചത്. അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം അവരുടെ കണ്ടന്റിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവർ ഷൂട്ട് ചെയ്തെടുക്കുകയും ചെയ്തു. ആ ഒരു സീൻ അവിടെ കട്ടായി ഡൽഹിയിലുള്ള നായകനായ ധീരനെ കാണിക്കുന്നു. ധീരനാണെങ്കിൽ ഒരു IT കമ്പനിയിലെ പ്രോജക്ട് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം ധീരന് തന്റെ എക്സ് കാമുകിയായിട്ടുള്ള അനുവിൽ നിന്നും ഒരു മെസ്സേജ് വരുന്നു. ഞാനൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, എത്രയും വേഗം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണമെന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന്റെ അഡ്രസ്സും അയച്ചു കൊടുക്കുന്നു. എന്തായാലും തന്റെ കാമുകി മെസ്സേജ് അയച്ചതല്ലേ, രണ്ടും കൽപ്പിച്ച് പോയി കളയാമെന്നും ധീരൻ കരുതുന്നു. അവളോടൊരു സ്നേഹം ഇപ്പോഴും ധീരനുണ്ട്. അങ്ങനെ ധീരനാണെങ്കിലോ നേരെ ചെന്നൈയിലേക്കും എത്തുകയാണ്. അനു അയച്ചു കൊടുത്ത അഡ്രസ്സിലേക്കാണ് എത്തുന്നത്. ആ അഡ്രസ്സ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ ആ ഒരു അപ്പാർട്ട്മെന്റിലെ അവിടേക്ക് തന്നെയാണ് ധീരൻ എത്തിയിരിക്കുന്നത്. അവിടെ എത്തുന്ന സമയത്തും ധീരൻ അനുവിനെ കോള് ചെയ്യും. പക്ഷേ കോള് പോകുന്നതേയില്ല. അനു ടെക്സ്റ്റ് മെസ്സേജ് മാത്രമാണ് അയച്ചിരിക്കുന്നത്. എന്നിട്ട് അനു ഒരു കാര്യം കൂടി മെസ്സേജിൽ അയച്ചിരുന്നു. ഫോർത്ത് ഫ്ലോറിലാണ് എന്റെ ഫ്ലാറ്റ് ഉള്ളത്, അവിടെ പോയി നീ താമസിക്കണമെന്നായിരുന്നു മറ്റൊരു മെസ്സേജ് ആയിട്ട് അനു അയച്ചിരുന്നതും. അനു പറഞ്ഞതുപോലെ തന്നെ ധീരൻ ഫോർത്ത് ഫ്ലോറിലുള്ള അനുവിന്റെ ഫ്ലാറ്റിലേക്കും എത്തുന്നുണ്ട്. പ്രത്യേകം മാനേജർ ഓരോ കാര്യങ്ങളൊക്കെ അവനോട് പറയുന്നുമുണ്ട്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഈ ഒരു ഫ്ലോർ നിറയെ എന്തൊക്കെയോ അമാനുഷിക ശക്തി ഉണ്ടെന്നാ പറയുന്നതൊക്കെ പറയുമ്പോഴും അതൊന്നും ധീരൻ മൈൻഡ് ചെയ്യുന്നതേയില്ല. അവൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസവുമില്ല. അനു താമസിച്ചിരുന്ന ആ ഒരു ഫ്ലാറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ആൾ താമസമില്ലാതെ ചിലന്തി വലയൊക്കെ കയറി പൊടിയൊക്കെ അടിച്ച് കിടക്കുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു ഫ്ലാറ്റ് ഉണ്ടായിരുന്നതും. അതെല്ലാം ധീരൻ വൃത്തിയാക്കി അവിടെ താമസവും ആരംഭിച്ചു. ഡൽഹിയിലായിരുന്ന ധീരനാണെങ്കിൽ ഇപ്പോൾ ചെന്നൈയിലേക്കും ട്രാൻസ്ഫർ വാങ്ങിയിരിക്കുകയാണ്. പിന്നീട് അവിടെ നിന്നാണ് ധീരൻ ജോലിക്കായിട്ടും പോകുന്നത്. അങ്ങനെ പ്രോജക്ട് മാനേജർ ആയതുകൊണ്ട് തന്നെ പുതിയ കമ്പനിയിലുള്ള ആളുകളുമായിട്ട് നല്ല കമ്പനിയാവുകയും അവരുടെ ഓരോ വർക്കെല്ലാം നല്ല സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് തന്റെ കൊളീഗ്സിനെല്ലാം പാർട്ടി കൊടുക്കുവാനായിട്ട് ധീരൻ തന്റെ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അങ്ങനെ അവർ എൻജോയ് ചെയ്യുന്ന സമയത്തായിരുന്നു തന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണെങ്കിലോ എന്തോ ഒരു അമാനുഷിക ശക്തിയുടെ സാന്നിധ്യം അവിടെ കാണുന്നത്. അത് കാണുന്ന കൂട്ടുകാരനാണെങ്കിൽ ഞാനിവിടെ എന്തോ ഒരു രൂപം കണ്ടു എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നതേയില്ല. എന്നാൽ അവനോട് ധീരൻ പറയുന്നത്, എന്തായാലും മദ്യമൊക്കെ തീരാറായി, എന്റെ കാറിന്റെ ഡിക്കിയില് ബിയർ ബോട്ടിലുണ്ട്, അത് നീ പോയി എടുത്തുകൊണ്ട് വാന്ന് ആ കൂട്ടുകാരനോട് പറയുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് താഴേക്ക് ഇറങ്ങുവാനായും തീരുമാനിക്കുന്നു. പക്ഷേ ലിഫ്റ്റ് വർക്കാവുന്നില്ല. സ്റ്റെപ്പ് ഇറങ്ങി ആ ഒരു പയ്യൻ എത്തിയത് പാർക്കിങ്ങിലേക്കായിരുന്നില്ല, ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ ടെറസിലേക്കായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ പാർക്കിങ്ങിലേക്കല്ലേ പോയത്, പിന്നെ ഇങ്ങനെ ഞാൻ ടെറസിലെത്തി?
ഓ ഇനി മദ്യപിച്ചിരിക്കുന്നുണ്ട് തോന്നുന്നതായിരിക്കുമെന്നും അവൻ ചിന്തിക്കുന്ന സമയത്തായിരുന്നു ഏത് കാറിൽ നിന്നാണോ ബിയർ ബോട്ടിൽ എടുക്കുവാനായിട്ട് ധീരൻ പറഞ്ഞത് അത് ഈ കാർ തന്നെ ടെറസിൽ കിടക്കുന്നതായിട്ടും അവൻ കാണുന്നു. അവനാണെങ്കിൽ അവിടേക്ക് ചെന്ന് എന്തായാലും തന്റെ തോന്നലായിരിക്കും ഇതെന്ന് കരുതി അതിന്റെ ഡിക്കിയിൽ നിന്നും ബിയർ ബോട്ടിൽ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ അവനെ ക്രോസ് ചെയ്ത് ഒരു രൂപം നടന്നു പോവുകയാണ്. അത് കണ്ട് പേടിച്ചവൻ അലറി വിളിച്ച് അവന്റെ ബോധവും പോകുന്നു. ആ പയ്യനെ അന്വേഷിച്ച് ധീരന് കൂട്ടുകാരും നേരെ എത്തുന്നത് ടെറസിലേക്കാണ്. നിന്നെ പാർക്കിങ്ങിലേക്കല്ലേ പറഞ്ഞു വിട്ടത്, പിന്നെ നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ അവൻ കണ്ട കാര്യങ്ങളൊക്കെ കൂട്ടുകാരോട് പറയുന്നു. പക്ഷെ ആരും തന്നെ അവനെ വിശ്വസിക്കുന്നതേയില്ല. അവനെ അവിടെ നിന്നും എടുത്തുകൊണ്ട് നേരെ ഫ്ളാറ്റിലേക്കും പോകുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എത്ര തന്നെ അനുവിനെ വിളിക്കുവാനായി ശ്രമിച്ചിട്ടും കോള് പോകുന്നതുമില്ല. ധീരൻ താമസിക്കുന്ന ഫ്ളാറ്റിന് അടുത്തുള്ളവരൊക്കെ വന്ന് ധീരനുമായിട്ട് നല്ല കമ്പനിയാവുകയാണ്. മാത്രമല്ല ഈ ഒരു ഫ്ളാറ്റിൽ ഒരു പെൺകുട്ടിയായിരുന്നു മുൻപ് താമസിച്ചിരുന്നതെന്നും അവർ പറയുമ്പോൾ തന്റെ എക്സ് കാമുകിയായിട്ടുള്ള അനുവിനെ കുറിച്ചാണ് പറയുന്നതെന്നും ധീരന് മനസ്സിലായി. അങ്ങനെ ധീരനാണെങ്കിൽ അവരുമായിട്ടൊക്കെ പെട്ടെന്ന് കണക്റ്റഡ് ആവുകയാണ്. പതിവ് പോലെ ധീരനാണെങ്കിൽ ഓഫീസിലേക്കും പോകുന്നു. പതിവ് പോലെ ധീരൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്ളാറ്റിലേക്ക് എത്തുകയാണ്. അവൻ ഉറങ്ങുവാനായും കിടക്കുന്നു. ഉറങ്ങി കുറേ നേരം കഴിഞ്ഞതും അവന്റെ മുഖത്ത് ആരോ പ്ലാസ്റ്റിക് കവർ കൊണ്ട് അമർത്തുകയാണ്. അവന് ശ്വാസമേ കിട്ടുന്നില്ല. തന്നെ ആരോ കൊല്ലുവാനായി ശ്രമിക്കുകയാണെന്ന് ധീരന് മനസ്സിലായി. ധീരനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കുന്നു. അപ്പോഴാണ് അത് തന്റെ സ്വപ്നമായിരുന്നു എന്നുള്ള കാര്യം ധീരന് മനസ്സിലാകുന്നത്. പതിവ് പോലെ ധീരനാണെങ്കിൽ ജോഗിങ്ങിനായിട്ടും പോകുന്നു. ഒരു ശ്മശാനത്തിന് മുന്നിലൂടെയാണ് ദിവസവും ജോഗിങ്ങിന് പോകുന്നത്. പക്ഷേ ആ ഒരു ശ്മശാനത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് ധീരനും ശ്രദ്ധിക്കുന്നുണ്ട്. അർജന്റ് ആണെന്ന് പറഞ്ഞാണ് അനു തന്നെ വിളിച്ചു വരുത്തിയത്. പക്ഷേ അനു വിളിച്ചിട്ട് കോൾ എടുക്കുന്നതുമില്ല, മെസ്സേജ് മാത്രമാണ് അയച്ചുകൊണ്ടിരിക്കുന്നതും. ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ധീരൻ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അനുവിൽ നിന്ന് കോള് വരികയാണ്. നടന്ന കാര്യങ്ങളെല്ലാം ധീരൻ അവളോട് പറയുന്നു. ഇതേ കണക്ക് എന്തോട് വശപ്പിച്ചുകൊണ്ട് എന്നൊക്കെ അവളോട് പറയുമ്പോഴും അതൊന്നും ശ്രദ്ധിക്കുവാനായിട്ട് അനു കൂട്ടാക്കുന്നതേയില്ല. അനു പറയുന്നത് എത്രയും വേഗം കോർട്ടിലേക്ക് പോകണം, അവിടെ നിങ്ങളെ കാണുവാൻ വേണ്ടിയിട്ട് കൃഷ്ണമൂർത്തി എന്നൊരാൾ വരും, അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് ധീരനോട് അനു പറഞ്ഞത്. അനു പറഞ്ഞതനുസരിച്ച് ഉടനെ തന്നെ ധീരനാണെങ്കിൽ കോർട്ടിലേക്ക് പോകുന്നു. കോടതിയിലേക്ക് എത്തുന്ന ധീരൻ കാണുന്നതോ കൃഷ്ണമൂർത്തിക്കൊപ്പം വന്ന രാമചന്ദ്രൻ എന്നൊരാളിനെ കോടതി വളപ്പിലിട്ട് കുറെ ഗുണ്ടകൾ വെട്ടി കൊലപ്പെടുത്തുകയാണ്. അത് കണ്ട് കൃഷ്ണമൂർത്തി അവിടെ നിന്ന് പേടിച്ച് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അതോടുകൂടി ധീരന് കൃഷ്ണമൂർത്തിയെ കാണാനും കഴിഞ്ഞില്ല. അങ്ങനെ ധീരനാണെങ്കിൽ വീട്ടിലേക്ക് വരികയാണ്. അന്ന് രാത്രിയും ഉറങ്ങുവാനായി കിടക്കുന്ന സമയത്ത് പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളൊക്കെയാണ് ധീരൻ കാണുന്നത്. ഇതെന്താ പതിവായിട്ട് താനിങ്ങനെ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളൊക്കെ കാണുന്നതെന്നും ധീരൻ ചിന്തിക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ഒരാളെ കാണിക്കുക. അയാളാണ് ഈ കഥയിലെ മെയിൻ വില്ലൻ. അയാളെ കുറച്ചുപേർ കോള് ചെയ്യുകയാണ്. കൃഷ്ണമൂർത്തിയെ കൊല്ലുവാനായി കഴിഞ്ഞില്ല, കൂടെ ഉണ്ടായിരുന്ന രാമചന്ദ്രനാണ് കൊന്നതെന്ന് പറയുമ്പോൾ എനിക്കാവശ്യം കൃഷ്ണമൂർത്തിയാണ്, കൃഷ്ണമൂർത്തിയെ നിങ്ങൾ കൊല്ലാത്തതെന്തെന്ന് ചോദിച്ചാണ് അയാൾ വഴക്ക് പറയുന്നതും. അയാൾക്ക് ആവശ്യം കൃഷ്ണമൂർത്തിയെ കൊല്ലുക എന്നതായിരുന്നു. പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്നു. അനുവിനെ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല. അത് കാരണം ധീരനാണെങ്കിലോ എന്തെങ്കിലും കിട്ടുമോ എന്നറിയുവാൻ വേണ്ടിയിട്ട് ആ ഫ്ലാറ്റ് മുഴുവൻ പരിശോധിക്കുകയാണ്. ഒടുവിൽ അവിടെ നിന്നും അനുവിന്റെ ഒരു ഫോട്ടോ കിട്ടുന്നു. ഫോട്ടോയും കൊണ്ട് പുറത്തേക്ക് വന്ന ധീരനാണെങ്കിലോ ഫോർത്ത് ഫ്ലോറിൽ താമസിക്കുന്നവരോടൊക്കെ ഇതാരാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. മാത്രമല്ല അവിടേക്ക് എത്തുന്ന ആ ഒരു ഗുണ്ടയില്ലേ നേരത്തെ കാണിച്ച, ആ ഗുണ്ടയോടും ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി, നീ എന്തിനാ ഒരു ഫ്ലാറ്റിൽ വന്ന് താമസിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അവനെ ഒരുപാട് വിരട്ടുന്നു. മാത്രമല്ല അവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണ്. അതിൽ ധീരനെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഫോർത്ത് ഫ്ലോറിൽ താമസിക്കുന്ന ഒരുപാട് പേർ എത്തുന്നു. എന്നാൽ ആ ഗുണ്ടയും ടീമും ചേർന്ന് ആ ഒരു ഫോർത്ത് ഫ്ലോറിൽ നിന്നും അവനെ സപ്പോർട്ട് ചെയ്യുവാനായി എത്തിയ എല്ലാവരെയും കൊന്നുകളയുകയാണ്. അപ്പാർട്ട്മെന്റിന് താഴേക്ക് എറിഞ്ഞാണ് കൊന്നുകളയുന്നത്. അത് കണ്ട് ധീരനാകെ തകർന്നു പോകുന്നു. എന്നാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മുകളിൽ നിന്നുകൊണ്ട് ആ യൂട്യൂബേഴ്സ് ഇല്ലേ, അവരതെല്ലാം ഷൂട്ട് ചെയ്തെടുക്കുകയാണ്. ആ വില്ലൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ട് ധീരനാകെ തകർന്നു പോകുന്നു. തന്നെ സപ്പോർട്ട് ചെയ്തവരെയൊക്കെ കൊന്നുകളഞ്ഞത് കണ്ട് അവൻ ആകെ ടെൻഷനിൽ നിന്നിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്തായിരുന്നു ഇതുവരെയും ആ വില്ലൻ കൊന്നവരുടെ ആരുടെയും ഡെഡ് ബോഡി എവിടെയെന്ന് കാണുന്നില്ല. ഇതെന്താ അവിടെ സംഭവിക്കുന്നത്, ഇത്രയും നേരം വില്ലൻ കൊന്നവരുടെയൊക്കെ ഡെഡ് ബോഡി എവിടെ പോയെന്ന് ധീരൻ ചിന്തിക്കുന്നു. അതേ സമയമായിരുന്നു യൂട്യൂബർ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നതും ധീരൻ ശ്രദ്ധിക്കുന്നത്. ഉടനെ തന്നെ ധീരൻ ആ പയ്യനടുത്തേക്ക് എത്തിയിട്ട് അവൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്താണ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച അവൻ കാണുന്നത്. എന്തെന്നാൽ അവിടെ ആ ഗുണ്ടകൾ ധീരനുമായിട്ട് മാത്രമായിരുന്നു ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നതും. അവിടെ അവനെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ആരും വന്നിട്ടില്ല, ആ ഗുണ്ടകൾ ആരെയും കൊന്നിട്ടുമില്ല. അപ്പോൾ താൻ കണ്ടത് എന്തായിരിക്കുമെന്നും ധീരൻ ചിന്തിക്കുന്നു.
ധീരന്റെ കണ്ണിൽ മാത്രമേ അവരെ കാണുവാനേയും കഴിയുന്നുള്ളൂ. എന്നാൽ ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ഒരു സ്വാമിയെ ധീരൻ കാണുന്നത്. നീ വലിയ പ്രശ്നത്തിലാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരമെല്ലാം നീ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണെന്നും ആ ഒരു സ്വാമി പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ ധീരൻ നേരെ തന്റെ ഫ്ളാറ്റിലേക്കും എത്തുകയാണ്. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഓരോ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ഒരു ന്യൂസ് പേപ്പർ അവന്റെ കയ്യിൽ കിട്ടുന്നതും. ആ ന്യൂസ് പേപ്പറിൽ ഒരാളുടെ മരണവാർത്തയാണ് എഴുതിയിരിക്കുന്നത്. ഇതേ അപ്പാർട്ട്മെന്റിൽ ഫോർത്ത് ഫ്ലോറിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു എന്ന്. ആ ഒരു മനുഷ്യനെയാണ് മുൻപ് ഈ ധീരൻ കണ്ടതും സംസാരിച്ചതുമൊക്കെ. അപ്പോൾ ഒരു കാര്യം ധീരന് മനസ്സിലായി. തന്നോടൊപ്പം ഇത്രയും നാൾ സഹകരിച്ച ആ ഫോർത്ത് ഫ്ലോറിലുള്ളവരെല്ലാവരും മരണപ്പെട്ടവരാണെന്ന്. ധീരനെ എന്തിനാ ഇവരൊക്കെ ഫോളോ ചെയ്യുന്നത്? ഇവരെയൊക്കെ ധീരന് കാണാൻ കഴിയുന്നത് എന്താ എന്നൊക്കെ ധീരൻ ചിന്തിക്കുന്നു. അപ്പോഴാണ് അനുവിനൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉള്ള കാര്യം ധീരന് ഓർമ്മ വന്നത്. അനുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് ദിവ്യ എന്നാണ്. ദിവ്യയെ വിളിച്ചിട്ട് അനുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അനുവിനെ വിളിക്കാനൊന്നും കഴിയുന്നില്ല. അവളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്താണ് കൂട്ടുകാരിയായ ദിവ്യ ഒരു കാര്യം പറയുന്നത്. അനുവും ധീരനും ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു. അവരുടെ പ്രണയമൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോയി. എന്നാൽ ധീരനും അനുവും ബ്രേക്കപ്പ് ആവുകയുണ്ടായി. ധീരൻ അവളുടെ ജീവിതത്തിൽ നിന്ന് പോയതിനു ശേഷമാണ് അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അനു അറിയുന്നത്. സത്യത്തിൽ അത് ധീരന്റെ കുട്ടി തന്നെയാ. അങ്ങനെ അവൾ ആ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. അതൊരു പെൺകുഞ്ഞായിരുന്നു. ആരും അറിയാതെ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവളുടെ കോണ്ടാക്ട് നഷ്ടമായി. അവൾക്ക് എന്താണ് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല എന്നും ദിവ്യ പറയുന്നു. അപ്പോഴാണ് ധീരൻ ഒരു കാര്യം ഓർമ്മ വരുന്നത്. ധീരൻ ആ ഫ്ളാറ്റിൽ നിന്നും അനുവിന്റെ ഒരു ഫോട്ടോ കണ്ടിരുന്നു. ആ ഫോട്ടോയിൽ അനുവിനൊപ്പം ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. അത് തന്റെ കുഞ്ഞായിരുന്നു എന്നുള്ള കാര്യം ധീരന് മനസ്സിലായി. അവൻ വല്ലാതെ ഇമോഷണൽ ആവുകയാണ്. പിന്നീട് ഇവർ രണ്ടുപേരും ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നപ്പോഴുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും പ്രണയിച്ച് ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് സന്തോഷത്തോടു കൂടിയായിരുന്നു ജീവിച്ചിരുന്നത്. ധീരനും നല്ല ജോലിയുണ്ട്, അനുവിനും ജോലിയുണ്ട്. പക്ഷെ ഇവരാണെങ്കിലോ കാശ് ഒരുപാട് ചിലവാക്കും. ഒരുപാട് കടങ്ങളൊക്കെ വാങ്ങിയത് കാരണം അവസാനം ധീരന്റെ ജോലിയും നഷ്ടമായി. കടക്കാരാണെങ്കിലോ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോവുകയും ചെയ്തു. അതേ ചൊല്ലി രണ്ടുപേർക്കുമിടയിൽ ഒരുപാട് തർക്കമുണ്ടാവുകയും ഒരുമിച്ച് പോകാനാകില്ല എന്ന് മനസ്സിലാക്കി രണ്ടുപേരും പിരിയുകയാണ് ചെയ്തത്. ഇതൊക്കെയാണ് കാണിക്കുന്നത്. ആ ഒരു സീൻ അവിടെ കട്ടായി ധീരനെയാണ് കാണിക്കുന്നത്. ധീരൻ നേരെ വന്നിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അനുവിന്റെ ഫോട്ടോയും കൊടുത്ത് ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കുകയാണ്. അനുവിന്റെ ഫോട്ടോ കാണുന്ന പോലീസ് ഓഫീസർ ആണെങ്കിലോ ഈ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇവളുടെ അച്ഛനാണെങ്കിൽ കുറച്ചു നാളുകൾക്ക് മുൻപ് വന്ന് കംപ്ലൈന്റ് കൊടുത്തിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ അച്ഛനും മരണപ്പെട്ടു പോയി. എന്താണ് സംഭവിച്ചെന്ന് അറിയില്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ട് ധീരൻ ഞെട്ടിപ്പോവുകയാണ്. അതിനുശേഷം ധീരൻ നേരെ അപ്പാർട്ട്മെന്റിലേക്കും എത്തും. ഫോർത്ത് ഫ്ലോർ ആണല്ലോ പ്രശ്നം. ഫോർത്ത് ഫ്ലോറിലെത്തി അവിടെ മാകെ പരിശോധിക്കുന്ന സമയത്ത് അടഞ്ഞു കിടക്കുന്ന ഒരു മുറി കാണുന്നു. ആ മുറി തുറന്നു നോക്കുമ്പോൾ ഒരുപാട് ജങ്ക് ഫുഡ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾ കഴിക്കുന്നത്. അവിടെ മാകെ പരിശോധിക്കുമ്പോഴോ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഫിക്സ് വന്ന് അവിടെ വല്ലാതെ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയെ ഉടനെ തന്നെ ധീരൻ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുന്നു. ആ കുട്ടി യഥാർത്ഥത്തിൽ ധീരനും അനുവിനും ജനിച്ച കുട്ടിയാണ്. ആ കുട്ടി ആ റൂമിനകത്താണ് ജീവിച്ചിരുന്നതും. മാത്രവുമല്ല ആ കുട്ടി കഴിച്ചിട്ട് കളയുന്ന ജങ്ക് ഫുഡിന്റെ പാക്കറ്റുകളാണ് അന്ന് ധീരൻ കണ്ടിരുന്നതും. അങ്ങനെ കുട്ടി ഒരുവിധം രക്ഷപ്പെടുകയാണ്. ഉടനെ തന്നെ ധീരന് ഒരു കാര്യം ഓർമ്മ വരുന്നു. അനു മെസ്സേജ് അയച്ചിരുന്നതിൽ കൃഷ്ണമൂർത്തി എന്ന ആളിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? ധീരൻ ഉടനെ തന്നെ കൃഷ്ണമൂർത്തിയെ കാണുവാനായിട്ടും എത്തുന്നു. കൃഷ്ണമൂർത്തിയോട് ആ ഒരു ഫോർത്ത് ഫ്ലോറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ആ ഫ്ലോറിൽ താമസിച്ചിരുന്ന എല്ലാവരും ആത്മഹത്യയല്ല ചെയ്തത്, അവരെല്ലാവരും കൊല ചെയ്യപ്പെടുകയാണ് ചെയ്തത്. കൊന്നത് മറ്റാരുമല്ല, ആ ഒരു ഗ്യാങ്സ്റ്റർ ആണെന്നുള്ള കാര്യവും കൃഷ്ണമൂർത്തി പറയുന്നു. അത് കേട്ട ധീരനാണെങ്കിലോ ആ ക്രൂരകൃത്യത്തിനെതിരായിട്ട് പോരാടണമെന്നും തീരുമാനിക്കുകയാണ്. നമുക്ക് കേസ് ഫയൽ ചെയ്യാമെന്നും കൃഷ്ണമൂർത്തിയോട് ധീരൻ പറയുന്നു. ഒരുപാട് നാളുകളായിട്ട് കൃഷ്ണമൂർത്തി കോടതി കയറി ഇറങ്ങി നടന്നതാണ്. പക്ഷേ ഒരു ഫലവുമില്ല. എന്നാൽ ഇപ്പോൾ കൃഷ്ണമൂർത്തിക്കൊപ്പം ധീരനും കൂടെ നിൽക്കുന്നു. അങ്ങനെ കേസ് കൊടുക്കുവാനായി തീരുമാനിച്ചതിന്റെ അടുത്ത ദിവസം തന്നെയായിരുന്നു കൃഷ്ണമൂർത്തി കൊല ചെയ്യപ്പെട്ടതും. കൃഷ്ണമൂർത്തിയെ കൊന്നത് മറ്റാരുമല്ല, ആ ഒരു ഗ്യാങ്സ്റ്റർ തന്നെയാണ്. കൃഷ്ണമൂർത്തി മരിച്ചതറിഞ്ഞ് ധീരൻ ആകെ തകർന്നു പോവുകയാണ്. ഇനി എന്ത് ചെയ്യും? ആ ഒരു ഗ്യാങ്സ്റ്ററിനെതിരെ പോരാടുവാനായിട്ട് അവരുടെ കയ്യിൽ തെളിവുകളുമില്ലല്ലോ. അതിന്റെ സങ്കടത്തിലായിരുന്നു ധീരൻ. ആ ഒരു പെൺകുഞ്ഞ് തനിക്കും അനുവിനും ജനിച്ച കുഞ്ഞാണെന്നുള്ള കാര്യം ധീരന് മനസ്സിലായി. കുഞ്ഞിനടുത്തിരിക്കുന്ന സമയത്തായിരുന്നു ആ ഒരു പെൺകുഞ്ഞ് ഒരു പടം വരച്ച് ധീരനെ കാണിക്കുന്നത്. ആ സ്ഥലത്തേക്ക് പോകണമെന്നും ആ ഒരു കുഞ്ഞ് പറയുന്നു. അവിടെ ഒരു ശ്മശാനമില്ലേ? ആ ശ്മശാനത്തില് പുതുതായിട്ട് പരന്ന കല്ലറയുടെ ചിത്രമായിരുന്നു ആ കുട്ടി വരച്ചിരുന്നതും. ആ ഒരു കല്ലറ കണ്ട ധീരനാണെങ്കിലും നേരെ അവിടേക്ക് പോകുന്നു.
കല്ലറ ഓപ്പൺ ചെയ്യണമെന്നും കുട്ടി പ്രത്യേകം അതിൽ എഴുതിയിരുന്നു. അതനുസരിച്ച് കല്ലറ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ദേ അനുവിന്റെ ഡെഡ് ബോഡി ആ കല്ലറയ്ക്കുള്ളിലുണ്ട്. അനുവിനെ കൊന്നത് മറ്റാരുമല്ല, ആ ഒരു ഗ്യാങ്സ്റ്റർ തന്നെയാണ്. അനുവിന്റെ ഡെഡ് ബോഡി കണ്ടതും ധീരൻ ആകെ തകർന്നു പോകുന്നു. ധീരൻ ഒരു കാര്യം മനസ്സിലായി. തന്റെ കുഞ്ഞിനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് അനു അങ്ങനെ മെസ്സേജ് അയച്ച് ധീരനെ വരുത്തിയതെന്നും. അതുപോലെ തന്നെ ധീരൻ വന്നല്ലോ, ഇപ്പോൾ അവരുടെ കുഞ്ഞിനെയും ധീരൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ധീരനാണെങ്കിലോ നേരെ ഒരു പ്രസ് മീറ്റ് നടത്തുവാനായിട്ടും തീരുമാനിക്കുന്നു. പ്രസ് മീറ്റിൽ ഇരിക്കുന്ന സമയത്താണ് ധീരന് ഒരു കോള് വരുന്നത്. നീ ഫോർത്ത് ഫ്ലോറിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞിനെ കൊല ചെയ്യുമെന്നാണ് ആ ഒരു ഗ്യാങ്സ്റ്റർ വിരട്ടുന്നതും. ഉടനെ തന്നെ ധീരനാണെങ്കിലോ നേരെ ഫോർത്ത് ഫ്ലോറിലേക്ക് എത്തുന്നു. അവിടെ തന്റെ കുഞ്ഞിനെ കൊല്ലുവാനായിട്ട് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ആ ഒരു ഗ്യാങ്സ്റ്ററും ടീമും. അവിടേക്ക് എത്തുന്ന ധീരനെയും അവർ ഒരുപാട് തല്ലുകയും അവിടെ പിടിച്ചെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഗ്യാങ്സ്റ്റർ പറയുന്നത്, എനിക്കെതിരായിട്ട് പ്രതികരിക്കാൻ നിന്നതാണ് നിന്റെ ഭാര്യ അനു. അവളെയും ഞാൻ കൊന്നു, അതുപോലെ നിന്നെയും കൊല്ലുമെന്ന് പറയുമ്പോൾ അത് കേട്ട് ധീരൻ ആകെ ദേഷ്യം വരും. ഇത്രയും തെറ്റ് ചെയ്യുന്ന നിനക്ക് പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ എനിക്കും പ്രതികരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ധീരൻ അവരെ തല്ലുകയാണ്. വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. ആ ഒരു ഫൈറ്റിനൊടുവിൽ ധീരൻ ജയിക്കുകയും തന്റെ കുഞ്ഞുമായിട്ട് അവിടെ നിന്നും ധീരൻ പോവുകയും ചെയ്തു. ഇനി പ്രശ്നങ്ങൾക്കൊന്നും പോകണ്ടെന്ന് തീരുമാനിച്ച ധീരൻ തന്റെ കുഞ്ഞുമായിട്ട് സന്തോഷകരമായിട്ടൊരു ജീവിതം ജീവിക്കുവാനായിട്ടും ആരംഭിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.